ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചില അസുഖങ്ങൾ കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസവും മറ്റും ഉള്ളതുകൊണ്ടായിരുന്നു കുറച്ച് ദിവസമായി ഞാൻ യാതൊരു വീഡിയോയും പോസ്റ്റ് ചെയ്യാത്തിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഇന്നലാണ് കുറച്ച് പേര് തന്നെ 2-3 ദിവസങ്ങളായി വിളിച്ച് അന്വേഷിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് കരുതിയത്. എന്തായാലും ഒരാളെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുന്നതാണ്. അപ്പം ആ സമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു വിവരത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയപ്പോൾ അത് താമസിക്കണ്ട, എന്തായാലും ഈ വഴിയോരത്ത് നിന്ന് തന്നെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പറയാമെന്ന് കരുതി. വാഹനങ്ങൾ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട ലൈസൻസിന് വേണ്ടി ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾക്ക് മൊത്തത്തിൽ ആശയക്കുഴപ്പമാണ്. അപ്പോൾ അവരെന്നെ നിരന്തരമായി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അവരൊരു ആശയക്കുഴപ്പത്തിലാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടേയിരിക്കുന്ന ഈ വാർത്തകളിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ പവർ കൂടുതലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് അതിൻ്റെ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആ ലൈസൻസിൻ്റെ ഒരു മാതൃക ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഇതുപോലെ എന്ന് ബിയിലേക്കും ബിന്ന് സിയിലേക്കും സിന്ന് ഡിയിലേക്കും എന്നുള്ള രീതിയിൽ പല വിധത്തിലുള്ള നമ്മുടെ എച്ചിന് പകരം പല വിധത്തിലുള്ള നമ്മുടെ സാഹസികമായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കേണ്ട ഭാഗങ്ങളാണ് വന്നിരിക്കുന്നത്. അതെല്ലാവരും പോലെ ഭിന്നശേഷിക്കാരായവർക്കും എന്തായാലും ഹാൻഡ് കൺട്രോൾ സിസ്റ്റമൊക്കെ ഉപയോഗിച്ചാലും നല്ല സ്കില്ലുള്ള നമ്മുടെ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ ആ ലൈസൻസ് എന്തായാലും നേടാൻ വേണ്ടിയിട്ട് പ്രാപ്തരാകും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ഒരു ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പഠിക്കേണ്ട ഒരു സംവിധാനം ഒരുക്കണമെന്ന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിപ്പം വന്ന് പറയുന്നതിൻ്റെ കാര്യം അതല്ല. ഭിന്നശേഷിക്കാർ ഏത് രീതിയിലും സാഹസികമായി നമ്മൾ വണ്ടി ഓടിക്കാൻ, മറ്റുള്ളവരെക്കാൾ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല മനസ്സിനുള്ള ഒരു ധൈര്യവും വിശ്വാസവും ഒക്കെ ഉണ്ട്. ഭിന്നശേഷിക്കാരനായ ഞാനും ഉപയോഗിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എന്താണ് ഈ ഓട്ടോമാറ്റിക് കൊണ്ടുള്ള നമുക്ക് ഉപയോഗം എന്ന് വെച്ചാൽ, കാലിന് വയ്യാത്തവർക്ക് അല്ലെങ്കിൽ കാല് സ്വാഭാവികമായി അരക്ക് കീഴ്പോട്ട് തളർന്ന 2 കാലം തളർന്നവർക്കായാലും, അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇടെ ഒരു ലൈസൻസ് നേടിയ ഒരു പെൺകുട്ടി 2 കൈയില്ലാത്ത ആ കുട്ടിക്കായാലും ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ടാണ് ബ്രേക്കും ആക്സിലറേറ്ററും മാത്രം ഉപയോഗിച്ച് വണ്ടി ഓടിക്കാനുള്ള ഒരു ധൈര്യം കിട്ടുന്നതും അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും. അതുപോലെ തന്നെ കാലിന് വയ്യാത്തവർക്ക് സ്വാഭാവികമായിട്ടും വേണ്ടുന്നത് നമുക്ക് കൈയോട് ഹാൻഡ് കൺട്രോളോട് സിസ്റ്റത്തോട് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ്. ഈ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ സാധാരണ ഗിയർ വണ്ടിയാണെങ്കിൽ അത് ഓൾട്ടർ ചെയ്യുമ്പം ഒരുപാട് പൈസ ചിലവും അതിനുപരി അത് ഉപയോഗിക്കാനുള്ള പ്രയാസങ്ങളും കുറച്ച് നന്നായി കൂടുതലാണ്. അതുപോലുള്ള വണ്ടി ഒരു കയ്യിൽ സ്റ്റെയറിങ്ങും മറു കയ്യിൽ ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഗിയർ ഒക്കെയായി ഉപയോഗിച്ച ആളാണ് ഞാൻ. പക്ഷെ അതുപോലെ എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്നെപ്പോലെ കഴിവുള്ള പലരും സമൂഹത്തിലുണ്ട്. ഇതുപോലെ ഒരു കൈയോടെ എല്ലാവിധ ഉപകരണങ്ങളും ഉപയോഗിച്ച് വണ്ടി ഓടിച്ച് അവരുടെ കഴിവ് തെളിയിച്ചതുമാണ്. എങ്കിലും പുതുതായി ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമാറ്റിക് വണ്ടി ആകുമ്പോൾ തീർച്ചയായും അതിനൊരു നിസ്സാരമായ ഒരു ഓൾട്ടറേഷനിലൂടെ അവർക്ക് അനായാസം അത് ഓടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാലിനും ചലനവൈകല്യമുള്ളവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ
അങ്ങനെയുള്ള ചലനവൈകല്യം പല രീതിയിലാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. ചിലവർക്ക് വലത് കാലിനായിരിക്കും പ്രശ്നം. അതുതന്നെയാണ് എൻ്റെയും പ്രോബ്ലം. വലത് കാലിനാണ് പ്രോബ്ലം. പോളിയോ വന്ന് തളർന്നു പോയൊരു കാലാണ് വലത് കാൽ. ഈ വലത് കാലോട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്ത ഓൾട്രേഷൻ ഹാൻഡ് കൺട്രോൾ സിസ്റ്റമാണ്. ഒരു കയ്യിൽ തന്നെ ആക്സിലറേറ്ററും ബ്രേക്കും, മറു കയ്യിൽ ഞാൻ സ്റ്റിയറിംഗ് ഉപയോഗിച്ച് ബാംഗ്ലൂരും തിരുവനന്തപുരം ഒക്കെ യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ ഇടത് കാലിനാണ് കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ ഭിന്നശേഷിക്കാരന് വേണ്ടി ഓൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യം ഓട്ടോമാറ്റിക് വണ്ടിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. വലത് കാലം ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് വണ്ടി കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള വൈകല്യം ഉള്ളവർക്ക് ഇത് വേണ്ടി വരില്ല. ഇങ്ങനെ ഓട്ടോമാറ്റിക് കാറിൻ്റെ അതിൻ്റെ പ്രാധാന്യം, ഭിന്നശേഷിക്കാർക്ക് ഈ ഓട്ടോമാറ്റിക്കിൻ്റെ കാറിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു നിയമവ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നപ്പോൾ വളരെയധികം മാനസികമായി ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നടക്കാനുള്ള പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമ്പോൾ ആരോടും പറയുന്നില്ലെങ്കിലും ഉള്ളിലുള്ളിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു വണ്ടി എടുത്ത് എനിക്ക് സ്വന്തമായി പുറത്തേക്ക് പോകാൻ പറ്റുമോ, ഓടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ഭിന്നശേഷിക്കാരനും ഈ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ച് പല മനക്കോട്ടകളും കിട്ടുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ ഇത് ഈ രീതിയിലുള്ള ചില അവസ്ഥകൾ വരുമ്പോൾ എനിക്കിത് ഇനെൻ്റെ ആ സ്വപ്നങ്ങൾ നടക്കില്ല എന്നുള്ള ഒരു മാനസിക പ്രയാസം, പൊതുവെ അവർ അനുഭവിക്കുന്ന പ്രയാസത്തിൽ മറ്റൊരു പ്രയാസം കൂടി കൂടാനിടയുണ്ട് അല്ലെങ്കിൽ കൂടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരുപാട് പേര് എന്നെ വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ഭിന്നശേഷിക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഭിന്നശേഷിക്കാരെ എന്തായാലും ബുദ്ധിമുട്ടിക്കില്ല. ഭിന്നശേഷിക്കാർക്ക് അതിൻ്റേതായ ഒരു പ്ലാറ്റ്ഫോം എന്തായാലും കൊണ്ടുവരുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കാം. അതുകൊണ്ട് ഇപ്പം നിലവിൽ വന്ന ഉത്തരവിൻ്റെ ഒരു നോട്ടിഫിക്കേഷനോ ഒരു ഓർഡറോ ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് നമ്മുടെ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്ന സന്ദേശം. എന്തു തന്നെയായാലും നമ്മുടെ ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എത്തും എന്നുള്ളതും ഉചിതമായ തീരുമാനങ്ങൾ നമ്മുടെ സർക്കാർ കൈക്കൊള്ളുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.